ഹായ് നമസ്കാരം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിക്കുന്നതൊന്നല്ല കേട്ടോ. ഇത് ഞാൻ മനസ്സറിഞ്ഞാണ് ചോദിക്കുന്നത്. നിങ്ങളെൻ്റെ വ്യൂവേഴ്സ് അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫുഡ് ഉണ്ടാക്കുന്നത് വളരെയധികം സമയം എടുക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ കൂടുതൽ നമ്മൾ ഇൻഗ്രീഡിയൻസും കൂടെ റെഡിയാക്കി വരുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐറ്റം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും മടുപ്പായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു മടുപ്പൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുക്കിങ്ങൊക്കെ വളരെ ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതൊക്കെയാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടിപ്സിലേക്ക് കിടക്കാം. നമ്മുടെ കുക്കിങ്ങിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനങ്ങൾ ഒരൈറ്റമാണ് സവാള. അപ്പോൾ ഈ സവാളയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സവാള തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. അതിൻ്റെ മുകളിൽ ബ്ലാക്ക് കളറൊക്കെ കാണും. അപ്പോൾ അത് നല്ല രീതിയിൽ കഴുകിയെടുത്തതിന് ശേഷം ഒരു ക്ലീൻ ക്ലോത്തിൽ, കോട്ടൺ ക്ലോത്തിൽ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പം അത് നമുക്ക് ഒരാഴ്ചത്തേക്കൊക്കെ അതെടുക്കാം. ഈ കുക്കിംഗ് വളരെ ഈസി ആയിരിക്കും. അതുകൂടാതെ ഇതിന് വേറൊരു ബെനിഫിറ്റും കൂടെ ഉണ്ട്. ഇത് നമ്മൾ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അതെടുത്ത് മുറിക്കുന്നതെങ്കിൽ നമുക്ക് കരയേണ്ട ആവശ്യം വരില്ല. ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത് ക്രഷ് ചെയ്യാതെ വെച്ചിട്ടുള്ളതാണ്. ഇത് ക്രഷ് ചെയ്താണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, എന്നാൽ നന്നായിട്ട് അരച്ച് വെച്ചാണോ ചോദിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലല്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരുവത്തിൽ നമ്മൾ ആക്കി വെക്കണം. അപ്പോൾ നമ്മൾ എന്ത് ഐറ്റത്തിനാണെന്നുണ്ടെങ്കിലും നമുക്കത് ഉപയോഗിക്കാം. പിന്നെ ഈ ചെറിയുള്ളി എന്ന് പറയുന്നത് നമ്മൾ ചതച്ച് വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ചെറിയൊരു മാറ്റം ഉണ്ടാകും. അപ്പോൾ അത് നമുക്കത്തേക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് നമ്മളിങ്ങനെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 6 റാക്കുള്ള ഒരു ബോക്സാണ്. ഇത് എൻ്റെ കയ്യിൽ കുറച്ചധികമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു 6 റാക്കിൻ്റെ ബോക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 1 വീക്കിന് ഇതിനൊരു കുഴപ്പമുണ്ടാവില്ല. 1 വീക്ക് മുകളിലും ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് പെട്ടെന്ന് എടുത്ത് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം. ഇതിനകത്ത് ക്രഷ് ചെയ്യാതെ വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് മീൻ കറിക്കൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചിട്ടൊക്കെ ഇടേണ്ട ആവശ്യം വരുമല്ലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ തൊലി കളയുന്നത്, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും തൊലി കളയുന്നതൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്കിംഗ് വളരെ ഈസി ആയിരിക്കും. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റണം. അതായത് നമ്മളിപ്പോൾ രാവിലെ ഓഫീസിലേക്ക് പോകുന്നവരൊക്കെ ഇങ്ങനെ ഓട്ടി ജോലി ചെയ്യേണ്ട കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ വളരെ ഉപകാരമായിരിക്കുന്ന ഒരു കാര്യമാണ്. തേങ്ങ ചിരവിയിട്ട് സ്റ്റീൽ പാത്രത്തിനകത്ത്, ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ള പാത്രത്തിനകത്ത് ചിരവി വെക്കണം. അത് ഫ്രിഡ്ജിനകത്തല്ല വെക്കേണ്ടത്, ഫ്രീസറിനകത്ത് വെക്കണം. ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസമൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ അത് കഴിഞ്ഞ് ചീത്തയാവും. അതുകൊണ്ട് ഫ്രീസറിനകത്ത് വെക്കണം. ഞാൻ ഈ റൗണ്ട് ആയിട്ടുള്ള പാത്രം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം അങ്ങനെ അല്ലാത്ത പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ എടുക്കുന്ന സമയങ്ങളിലെല്ലാം നമ്മളതിങ്ങനെ ഇളക്കി എടുക്കും. ഇതാകുമ്പോൾ നമുക്ക് ഒരു വശത്തുനിന്ന് ഇങ്ങനെ എടുത്ത് നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ ഒരു വശത്തുനിന്ന് എടുക്കുക. ആ ബാക്കിയുള്ള തേങ്ങ അതങ്ങനെ അനങ്ങാതെ ഇരിക്കുകയും ചെയ്യും. ഇപ്പം ഞാനിത് കുറച്ചൊക്കെ തേങ്ങ ഉപയോഗിച്ചു, അതുകൊണ്ടാണ് ഇത് ഇത്രയുള്ളത്. അല്ലെങ്കിൽ ഈ ബോക്സിൻ്റെ ഒരു 3/4 ആയിട്ട് അത്രയൊക്കെയാണ് ഞാൻ ചിരകി വെക്കാറുള്ളത്. അപ്പം കേടുകൂടാതെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ അടുത്ത ഐറ്റം പറയാനുള്ളത് കറിവേപ്പില ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിനകത്താണ് ഇട്ട് വയ്ക്കാറുള്ളത്. ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ ഒരാഴ്ചയായി ഇതിനൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണിത് സൂക്ഷിക്കുക. പിന്നെ പച്ചമുളകും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ജാറിനകത്ത് അതിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് വെക്കണം. ഞെട്ടോടുകൂടെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ചീഞ്ഞ് പോവും. അപ്പോൾ ചീഞ്ഞ് തുടങ്ങും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ആ മുളകും കൂടെ ചീഞ്ഞ് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമ്മളതിൻ്റെ ഞെട്ട് കളഞ്ഞിട്ടാണ് വെക്കേണ്ടത് കേട്ടോ. പിന്നെ ശർക്കര നമ്മൾ ഉരുക്കിയെടുത്തിട്ട് ഒത്തിരി ലൂസായിട്ടും ചെയ്യരുത്, ഒത്തിരി കട്ടിയായിട്ടും ചെയ്യരുത്. കാരണം വെച്ചാൽ നമ്മളിത് ഫ്രിഡ്ജിനകത്താണ് സൂക്ഷിക്കുന്നത്. ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ ഒരു കട്ടി കുറച്ചും കൂടെ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊരു മീഡിയം എന്നുള്ള രീതിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പായസത്തിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അതല്ല അട ഉണ്ടാക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് എല്ലാത്തിനും എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിതാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് അതും വളരെ ഈസി ആയിട്ട് പണി നടക്കുന്നൊരു കാര്യമാണ്. ഇതെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്ക് നമുക്കൊന്നും നോക്കണ്ട, വളരെ ഈസി ആയിരിക്കും. ക്യാരറ്റ്, കുക്കുംബർ ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ ഇതുപോലെ കവറിനകത്ത് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്രഷായിട്ട്, നമ്മൾ എങ്ങനെയാണ് ഫ്രഷായിട്ട് വാങ്ങിച്ചോ അങ്ങനെ തന്നെ നല്ല ഫ്രഷായിട്ടിരിക്കും. ഒരാഴ്ച ആയാലും അതുപോലെ തന്നെ ഇരിക്കും. അതല്ലാതെ ഫ്രിഡ്ജിനകത്തേക്ക് ഇട്ട് നോക്കിക്കേ, അപ്പം അതിനൊരു ജീവൻ നഷ്ടപ്പെട്ട പോലെ ആയിരിക്കും ഉണ്ടാവുക.
ചെറുതായിട്ടൊരു മാറ്റം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിന് ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ മല്ലിയിലയും ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ തന്നെ ഇട്ട് വയ്ക്കുക. ഞാൻ പേപ്പറിലൊക്കെ കവർ ചെയ്ത് വെച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു ഇങ്ങനെ ഫ്രഷായിട്ട് നിൽക്കുന്ന ഒരു രീതിക്കായിരിക്കില്ല. അതിന് ചെറിയൊരു വാട്ടം തട്ടിയിട്ടുണ്ടാവും ചെറുതായിട്ട്. അതിൻ്റെ ഒരു എനർജി കുറഞ്ഞ രീതിയിലായിരിക്കും അത് കാണുക. അപ്പോൾ ഇതിൻ്റെ താഴെ വേരിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അവിടെ മാത്രം നന്നായിട്ട് കഴുകിയെടുക്കുക. പക്ഷേ ഇവിടെ ഒന്നും നനയ്ക്കരുത്. വെള്ളം നനച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അവിഞ്ഞ് പോവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയായിട്ടാണ് ഇത് സൂക്ഷിക്കേണ്ടത്. തക്കാളിയും അതുപോലെ തന്നെ കേട്ടോ. തക്കാളിയും അതുപോലെ നമ്മൾ അങ്ങനെ അല്ലാതെ ഇട്ട് നോക്കുമ്പോഴത്തേക്കും അത് കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ അതിന് മാറ്റങ്ങൾ വരാറുണ്ട്. ഞാൻ പക്ഷേ ഇങ്ങനെ കവറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും സംഭവിക്കാറില്ല. എങ്ങനെയാണോ ഫ്രഷായിട്ട് വാങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ തക്കാളി കുറഞ്ഞ ആകെ 2 ഉള്ളൂ ബാക്കി. പിന്നെന്താ പറയാനുള്ളത്? പിന്നെ ഉള്ളത് നമ്മൾ ഇങ്ങനെ കല്ലുപ്പാണേലും പൊടിയുപ്പാണെന്നുണ്ടെങ്കിലും ഭരണികളിൽ ഇട്ട് വയ്ക്കുക. നമ്മുടെ അടുത്ത് 2 പൊടിയപ്പും കല്ലുപ്പൊക്കെ കുഞ്ഞു ഭരണികളിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. പഞ്ചസാര, കുടംപുളി, വാളംപുളി എന്നിവയൊക്കെ ഗ്ലാസ് ജാറിൽ തന്നെ സൂക്ഷിക്കണം. പ്ലാസ്റ്റിക് പാത്രത്തിൽ വയ്ക്കരുത്. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ആക്കി വയ്ക്കുക. പിന്നെ നമ്മുടെ ഫിഷൊക്കെ ഫ്രീസറിനകത്ത് സൂക്ഷിക്കുമ്പോൾ ആ ബോക്സിനകത്ത് വെള്ളം, അതായത് നമ്മുടെ ഫിഷ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. നിങ്ങളോട് ലാസ്റ്റ് പറയാനുള്ളത് നമ്മുടെ കിച്ചണിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മളുടെ കുക്കർ ഉപയോഗിക്കുമ്പോൾ കുക്കറിൻ്റെ നോബിനകത്തൊക്കെ കുറച്ച് ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ വന്ന് നമ്മളെ ഫുഡിൻ്റെ തന്നെ വന്ന് അടഞ്ഞിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ കുക്കർ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വെക്കാൻ നോക്കുക. ഗ്യാസ് സിലിണ്ടർ രാത്രി എപ്പോഴും കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ മോനെ അവിടെ കുടിച്ചു. അപ്പോൾ രാത്രിയിൽ നമ്മൾ ഫുഡ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ റെഗുലേറ്റർ ഓഫ് ചെയ്യുക. അത് പ്രത്യേകം ഓർമ്മ വയ്ക്കണം. ഇതിപ്പോൾ അങ്ങനെ ഓഫ് ചെയ്യാതെ എത്രയോ പേര് അങ്ങനെ ഓഫ് ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ വേറെ അപകടങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. എങ്കിൽ തന്നെയും നമുക്കൊരു 1% എന്തെങ്കിലും അപകടം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് നമ്മളായിട്ടത് ഒഴിവാക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് രാത്രി മാത്രം ആ ഒരു കാര്യം മാത്രം ഓർത്തങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരു ചെറിയൊരു മുഴക്കമുണ്ടാവും. ഡോറൊക്കെ ഇങ്ങനെ അടച്ച് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡോർ ഇങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വെട്ടം അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ല. പിന്നെ എനിക്ക് ക്യാമറയിൽ അത്ര വെളിച്ചം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അടച്ചിട്ടിരിക്കുന്നത്. പിന്നെ നൈഫ്, സിസർ അങ്ങനെ പോലുള്ളവ നമ്മുടെ ഭിത്തിയിലൊക്കെ നമ്മൾ ഇങ്ങനെ ഇട്ട് വെക്കുമല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്തു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് അതെങ്ങാനും അറിയാതെ ഒന്ന് താഴെ വീണ് പോയി കഴിഞ്ഞാൽ നേരെ കാലിലേക്കായിരിക്കും വന്ന് വീഴുന്നത്. അപ്പോൾ അതെപ്പോഴും ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ താഴത്തേക്കുള്ള സ്ഥലത്തിൻ്റെ ആ ഭാഗത്ത് വയ്ക്കാതെ നമ്മുടെ കിച്ചൺ ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയൻ്റെ അപ്പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അത് അങ്ങോട്ട് താഴത്തേക്ക് വീഴുള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് അടുക്കളയിൽ ആദ്യമായിട്ട് കയറാൻ പോകുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ ലൈക്ക്, ഷെയർ, ബെൽ ബട്ടൺ, കമൻറ്റ് ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ. ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക് യു, നമസ്കാരം.